ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൊലോറോന്റെ ഫാൻ ബെൽറ്റ് ചേഞ്ച് ചെയ്യാണ്. ഫാൻ ബെൽറ്റ് ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ചെറിയ നോയ്സ് വന്നിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ കേൾപ്പിച്ചു തരാം. നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഇത് മാറ്റാൻ വെറുതെ സിമ്പിളാണ്. നമ്മുടെ പുള്ളിൻ്റെ ഈ ബെൽറ്റ് കംപ്ലീറ്റ് നല്ല സൗണ്ട് ഉണ്ട് റണ്ണിങ്ങിൽ. ഞാൻ ജസ്റ്റ് അയച്ച് കാണിച്ചിട്ടുണ്ടോ, സൈഡിൽ ഫുള്ള് നൂലൊക്കെ ആ ബെൽറ്റിൻ്റെ പുറത്തേക്ക് അടിക്കേണ്ട ഒരു ഗ്യാപ്പ് കണ്ടാലോ, അവർ ഉള്ളോട്ട് ഇറങ്ങി എടുക്കാൻ. നമുക്കിത് ഊരാൻ വേണ്ടിയെന്ന് വെച്ചാൽ 15 ഡബിൾ എൻഡും ഒരു റിങ്ങും ആണ് ആവശ്യമില്ലേ. അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റാൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അറിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടത്തെ പുള്ളിൻ്റെ ആ ഒരു 3 ഞെട്ടാണ് നമ്മൾ ലൂസാക്കേണ്ടത്. അതുകൊണ്ട് 15 ഡബിൾ എൻഡ് വെച്ച് നമുക്ക് ഫ്രണ്ടത്തെ ഈ ഒരു ഞെട്ട് ഊരാൻ കിട്ടിയില്ലെങ്കിൽ റിങ് ഉപയോഗിച്ച് മാത്രം ഊരാൻ പറ്റും. ഇത് നമുക്ക് ഡബിൾ എൻഡിനോട് കിട്ടിക്കാണല്ലോ. ഫ്രണ്ടത്തെ ആ ഒരു ഇച്ചിരി ടൈറ്റിലായിരിക്കും വരിക. ബാക്കത്തെ 2 അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഞെട്ട് നമ്മൾ ഡബിൾ എൻഡ് വെച്ചിട്ട് ലൂസാക്കാനുള്ളതുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഊരാൻ കിട്ടുമോ നോക്കുക, അല്ലെങ്കിൽ റിങ് ഉപയോഗിച്ച് ഊരാം. എന്നിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചാൽ ഈ ബെൽറ്റ് പുതിയതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ നമുക്ക് ടൈറ്റ് ആക്കണ്ട. അവിടെ ലൂസായി കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഞട്ട് ടൈറ്റായി കൊടുത്താൽ ആ പുള്ളി അങ്ങോട്ട് നീങ്ങുമ്പോൾ ഈ ബെൽറ്റ് ടൈറ്റായി കിട്ടും. എന്നിട്ട് ചെറിയൊരു പ്ലേയിൽ വെക്കണോ ഓർ ടൈറ്റാക്കി വെക്കിയതെന്ന് നോക്കണം. അത് സിമ്പിളായിട്ട്. അതുപോലെ എന്താണ് നമുക്ക് അഥവാ പോയാണെങ്കിൽ മാറ്റിക്കാനുള്ള 200 രൂപ വരുന്നില്ല ഇതിൻ്റെ ഒരു ബെൽറ്റിന്. അതുകൊണ്ട് ഈ ബെൽറ്റ് പൊട്ടിപ്പോയാൽ നമ്മുടെ ബാറ്ററിയിൽ ചാർജ് കയറാനും പിന്നെ കൂളിങ്ങിൻ്റെ ഫാൻ വർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കയ്യിൽ നിന്ന് നിങ്ങൾ മാറ്റിയെന്ന് കൊടുക്കുക. ചെറിയ സൗണ്ടൊക്കെ നോയ്സൊക്കെ വരികയാണെങ്കിൽ സിമ്പിളായിട്ട് മാറ്റാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഞട്ട് ലൂസാക്കണം ഫ്രണ്ടത്തെ പുള്ളിൻ്റെ. എന്നിട്ട് ഈ ഒരു ബാക്കത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഞട്ട് ഫുള്ള് ലൂസാക്കി ഫ്രണ്ടോട്ട് കൊണ്ടുവരണം. എന്നാലും ഈ ഒരു പുള്ളി ഇങ്ങോട്ട് അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ബെൽറ്റ് സിമ്പിളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കിട്ടുക. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ മുന്നോട്ട് ഫുള്ള് ആ ഒരു ഡബിൾ എൻഡ് വെച്ച് ടൈറ്റായി കൊടുക്കണം. ആ ഒരു ഞട്ട് ടൈറ്റ് ആക്കുന്നതനുസരിച്ച് ഈ പുള്ളിയും കൂടി നീങ്ങി വരും. വന്നപ്പോൾ നമുക്ക് ബെൽറ്റ് സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തൂടെ ഊരിയെടുക്കാൻ പറ്റും. അതിനെക്കൊണ്ടാണ് നമ്മൾ ആ ഒരു ഡബിൾ എൻഡ് വെച്ച് ഇങ്ങനെ ടൈറ്റ് ആക്കുന്നത്. കുറച്ച് സ്പീഡാക്കിയില്ല, നമ്മൾ മല്ലെന്നാണ് എടുത്തതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഡബിൾ എൻഡ് ഉപയോഗിച്ചിട്ട് ആ ഞട്ട് ഫുള്ള് മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് നമ്മളെ ബെൽറ്റ് ലൂസായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ആ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലത്തെ വീഡിയോസിനായിട്ട് അങ്ങനെ ഫുള്ള് ഡബിൾ എൻഡ് എന്ന് വെച്ച് നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ ഈ ഫ്രണ്ടിലെ ഈ ഒരു ഞട്ട് ലൂസായി കൊടുക്കണം. എന്നാലോ ആ ഒരു ത്രെഡും കൂടി കയറി വരും. കണ്ടോ, എത്ര സിമ്പിളായിട്ട് ഫുള്ളും കൂടി നീങ്ങിയാൽ നമുക്ക് ബെൽറ്റ് കണ്ടോ ആ പുള്ളിമെന്നും കൂടി ഊരിയെടുക്കുന്നതിന് ശേഷം നമുക്ക് ഫാൻ ബെൽറ്റിൻ്റെ ഫാനിൻ്റെ ഇതില്ലേ കണ്ടോ, ആ പമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഫാൻ അതിൻ്റെ കൂടെ ലൂസാക്കി ഇങ്ങോട്ട് പൊന്തിച്ചെടുക്കണ്ടല്ലേ. അത്ര സിമ്പിളായിട്ട് കിട്ടും. കണ്ടോ, ഈ ബെൽറ്റ് വെച്ചാൽ കംപ്ലീറ്റ് പൊട്ടാനായിരിക്കുന്നു. കണ്ടോ, നല്ല സൗണ്ടായി. റണ്ണിങ്ങിലൊക്കെ നല്ല നോയ്സ് വരുന്നുണ്ടോ. സൈഡ് കണ്ടില്ലേ, ഫുള്ള് ഇറങ്ങിപ്പോയിക്കുന്നത് സൈഡൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ നല്ല നോയ്സ് കേൾക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരികയാണ് നമ്മൾ കയ്യിൽ നിന്ന് പെട്ടെന്ന് മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് മാറ്റാനായില്ലേ നമ്മൾ ഗാരേജിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പ് കൊടുത്ത് മാറ്റാം. കുറഞ്ഞ റേറ്റ് വരും മാറ്റാൻ. കണ്ടില്ല, നമ്മൾ പവർ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ് നമ്മൾ എടുത്തത്. 200 രൂപ വരുന്നില്ല ഈ ഒരു ബെൽറ്റിന്. അതുകൊണ്ട് നമ്മൾ ആ പൊട്ടിച്ച അതുപോലെ തന്നെ നമ്മൾ ഊരിയപ്പോലെ തന്നെ ആ ഒരു ഫാനിൻ്റെ ഉള്ളിൽ കൂടെ പമ്പേൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒരു ബെൽറ്റ് ഫസ്റ്റ് കടത്തിയെടുക്കണുണ്ട്. ആ പമ്പാണ്ടില്ലേ, അതിൻ്റെ കൂടെ ഇറക്കി എടുത്തിട്ട് നമ്മൾ നേരെ താഴത്തുനിന്ന് ആ ഒരു ഫാനിൻ്റെ ആ ഒരു കണ്ടോ ഗാഡി ഉണ്ടാവും. കണ്ടോ, ഫാനിൻ്റെ അതിൽ കൊടുക്കുന്ന ഒരു ഗാഡിയിൽ നല്ലോണം ഇറക്കിയിട്ട് നേരെ താഴത്ത് നമ്മളെ ഫ്ലൈ വീലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഇതുണ്ടാവും. അതിൽ ഇറക്കി കൊടുത്തിട്ട് നേരത്തെ നമ്മളെ പുള്ളിയിലേക്ക് ഇറക്കി കൊടുക്കുക. നമ്മൾ നേരെ തയ്ച്ച പോലെ തന്നെ കണ്ടില്ലേ, ആ പുള്ളിയിലേക്ക് നമ്മൾ ഈ ഒരു ഫുള്ള് ലൂസാക്കി വെക്കണം കേട്ടോ. പുള്ളി മുന്നോട്ട് ഞാൻ പറഞ്ഞപ്പോൾ ആ ഞട്ട് കണ്ടില്ല, ഞാൻ കാണിച്ചു തരാൻ. കണ്ടോ, നല്ല സിമ്പിളായിട്ട് അതിൽ ഇറങ്ങി കൊടുക്കും. കണ്ടില്ലേ, താഴത്തും കൊടുക്കണം. കണ്ടോ, ഇത് അത്രയും അടുത്ത് കിടന്ന് കണ്ടോ, ഒറ്റ ത്രെഡും ഇല്ല. അത്രയും അടുപ്പിച്ചിട്ടാണ് ഈ ഒരു ബെൽറ്റ് നമ്മൾ സിമ്പിളായിട്ട് ഊരാനും കൊടുക്കാനും പറ്റുക. എന്നതിന് ശേഷം നമ്മളത് ലൂസാക്കിയപ്പോൾ തന്നെ ഇവിടെ ലൂസാക്കി കൊടുക്കുക. ഫുള്ള് മുന്നോട്ടാക്കിയിട്ട് ബാക്കിൽ നിന്ന് നമ്മൾ ഡബിൾ എൻഡ് ഉപയോഗിച്ചിട്ട് ഫുൾ ടൈറ്റായി കൊടുക്കുക. എന്നപ്പോൾ ഈ പുള്ളി മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ബെൽറ്റ് ടൈറ്റ് ആവും. എന്നപ്പോൾ ഒരു മെയ്ഡിന് ലൂസിൽ വെക്കണം ആ ഒരു ബെൽറ്റ്, ഫാൻ ബെൽറ്റ് ഓർ ടൈറ്റിൽ വെക്കിയത്. ആ കൂട്ടാ ശ്രദ്ധിക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ 10 mm ലൂസിലാണ് ഇത് വെക്കേണ്ടത് ബെൽറ്റ്. അതുകൊണ്ട് ഈ ഒരു ഞട്ട് ഫ്രണ്ടിലത്തെ നമ്മൾ ലൂസായി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ബാക്കത്താണ് നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റ് എന്നാൽ ടൈറ്റായി കൊടുക്കുക. അപ്പോൾ നല്ല ലൂസാണ് നമ്മൾ ടൈറ്റായി കൊടുക്കണം. കണ്ടില്ലേ, ഈ ഒരു ഞട്ട് 15 ഞട്ട് ഡബിൾ എൻഡ് ഉപയോഗിച്ചിട്ട് ഫുൾ ടൈറ്റായി കൊടുക്കുക. ഫുൾ ടൈറ്റാക്കിയത് ഒരു മീഡിയന് നമ്മൾ ഫാൻ്റെ ബെൽറ്റ് ഏത് ലെവലിലാണ് ഒരു മീഡിയം ടൈറ്റിൽ നിൽക്കുന്നത് നോക്കുക. എന്നിട്ട് ആ രീതിയിലാണ് നമുക്ക് ഫാൻ ബെൽറ്റിൻ്റെ ഇത് വെക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഡബിൾ എൻഡ് ഉപയോഗിച്ച് കുറച്ച് റിസ്ക് ഉണ്ടാവും. ഇങ്ങനെ
ഇങ്ങനെ ടൈറ്റായി കൊടുക്കേണ്ടി വരും. ആ ഒരു ഞട്ട് ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ കയറുന്നതിനനുസരിച്ച് നമ്മളെ പുള്ളി ഇങ്ങോട്ട് ടൈറ്റ് ആകുന്നതിനനുസരിച്ച് കണ്ടോ ബെൽറ്റ് ടൈറ്റ് ആകുമ്പോൾ ടൈറ്റായി. അതുകൊണ്ടല്ലേ ചെറിയൊരു ആ ഒരു പ്ലേയിൽ നമ്മളെ ബെൽറ്റ് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ആ 2 ഞട്ടും വെച്ച് ലോക്ക് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ടൈറ്റ് ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങോട്ടും ടൈറ്റ് ചെയ്ത് ലോക്കാക്കുക ഇയാളെ ഞട്ട്. ഇങ്ങോട്ടും ഇങ്ങോട്ട് തിരിയേണ്ടി ഈ ഒരു ഞട്ട് ഫസ്റ്റ് ടൈറ്റ് ആക്കുക. ലെവലിൽ ക്ലാമ്പ് വെച്ചിട്ട് ആ ഒരു വയറിങ്ങിൻ്റെ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള ക്ലാമ്പാണ് അത്. അതുകൊണ്ട് അത് നല്ലോണം റിങ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡബിളിൻ്റെ ഉപയോഗിച്ചിട്ട് നല്ലോണം ടൈറ്റ് ആയി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മളെ ലോക്ക് ഞട്ട് രണ്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ലോക്കാക്കി പിന്നെ സെറ്റ് ചെയ്യേണ്ടി. അത് കഴിഞ്ഞാൽ നമ്മളിത് റെഡിയായി. ഞാനിത് സെറ്റ് ചെയ്ത് കാണിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വോയിസ് എങ്ങനെ എത്ര ക്ലിയർ ആയെന്നില്ല. ആദ്യത്തെ വോയിസും ഇത് ബെൽറ്റ് മാറ്റിയതിൻ്റെ പിന്നെ നോയിസും എത്രയാണെന്ന് നോക്കിത്തരാം, കാണിച്ചു തരാം. അതുകൊണ്ട് നമ്മൾ ആ 2 ഞട്ട് നല്ലോണം ടൈറ്റ് ആയി കൊടുക്കുക. കണ്ടില്ലേ, അത് ടൈറ്റ് ചെയ്താൽ കഴിഞ്ഞ്. പിന്നെ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഇതുള്ളൂ. സ്റ്റാർട്ട് ചെയ്താൽ നല്ല ക്ലിയർ നോയിസ് ആയിരിക്കും വരാം. കണ്ടോ, ആ ഒരു പ്ലേയിൽ എന്തായാലും വെക്കണം. ഓവർ ടൈറ്റ് ആക്കിയത് ഓക്കെ നോയിസ് നോക്കിയോളൂ. സ്റ്റാർട്ടാക്കണ്ടോ.